ഗൂഗിൾ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് ഭൂമി ഉരുണ്ടതാണെന്ന് ഞങ്ങൾ ഒന്നുകൂടി ഉറപ്പാക്കി. ഇന്നത്തെ യാത്ര കോടനാട് എലഫന്റ് ട്രെയിനിങ് സെൻറ്ററിലോട്ടാണ്. നല്ല കടുത്ത ചൂടുള്ള മാർച്ച് മാസമാണ്. പോകാൻ പറ്റിയ ഒരിടം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ തണലുണ്ടാവോ എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടാവുക. ഇവിടേക്ക് വരുമ്പോഴും ഞങ്ങൾ നോക്കിയത് അതുതന്നെയായിരുന്നു. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പ്രതീക്ഷയോടെ അകത്തേക്ക് നടന്നു. അത്യാവശ്യം തണലൊക്കെ തന്നെയുണ്ട്. എന്നിട്ട് പോലും ഇടയ്ക്കുള്ള ആ കൊച്ചു വെയിലിടങ്ങളിൽ നല്ല ചൂടനുഭവപ്പെട്ടു. അങ്ങനെ കല്ലുപാകിയ വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. വിദേശീയരാരൊക്കെയോ ഇവിടേക്ക് വന്നെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു പ്രതീക്ഷ, നല്ല ഇടമായിരിക്കണം. കരിയിലകൾ വീണുകിടക്കുന്നിടത്തൂടെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അതിൻ്റെ ശബ്ദം ആസ്വദിക്കാനും ഒരു രസം തന്നെയാണ്. അങ്ങോട്ട് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിളിച്ചു. ഇങ്ങോട്ടേക്ക് വഴി തിരിച്ചു വിട്ടു. ഇത്രയും നല്ല ചൂടിലും പച്ചപ്പ് കാണാൻ സാധിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. ഇതാണ് മാനുകളെ സംരക്ഷിക്കുന്ന ഇടം. എന്താണെന്നറിയില്ല, ഒരു മാൻകുട്ടിയെയെങ്കിലും അടുത്ത് കിട്ടി ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊരാഗ്രഹം തോന്നി. നടക്കാത്തൊരാഗ്രഹം. ആദ്യം കാണുന്നത് ഇയാളെയാണ്. കണ്ടപ്പോൾ ചിരി വന്നു, ചവറെല്ലാം വാരി മേത്തിട്ടത് കണ്ടപ്പോൾ. ആനകളെ ഇങ്ങനെ കെട്ടിയിട്ടത് കാണുമ്പോൾ സത്യത്തിൽ വിഷമമാണ് തോന്നുന്നത്. എല്ലാവരുടെയും പേരും വയസ്സുമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രീ ഹൗസ് ഉണ്ടാക്കിയത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും തീരെ ഉറപ്പില്ല. അങ്ങനെ അവിടെ നിന്നും പെരിയാറിൻ്റെ അടുത്തേക്ക്. നമുക്ക് നദിയിലേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനൊന്നുമില്ല. ആനകൾക്ക് കുളിക്കാനുള്ള ഒരിടമുണ്ട് അവിടെ. പിന്നെ ഇങ്ങനെ നല്ല മുളകളുണ്ട്, നല്ല തണലുണ്ട്, ഇരിക്കാൻ നല്ല ഇടമുണ്ട്, ഊഞ്ഞാലകളുണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്കിരുന്ന് ആസ്വദിച്ചു പോരാം. പിന്നെ ഇവിടെയുള്ളത് ഒരു ചിൽഡ്രൻസ് പാർക്ക് പോലെ ഒരു ഏരിയയാണ്. അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമൊന്നുമല്ല ഇത്. കുറച്ച് സമയത്തേക്ക് ഇത് നല്ലൊരിടം തന്നെയാണ്. ഇങ്ങനെ ഇല പൊഴിയുന്നത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും മടങ്ങുകയാണ്.